ലഹരിയുടെ കാലമാണ്. ആരൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെയാ തോന്നുക എന്നറിയാത്ത കാലമാണ്. 16കാരനായ +2 വിദ്യാർത്ഥി 14കാരിയായ 9ാം ക്ലാസ്സുകാരിയായ തന്റെ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൈകൾ പുറകോട്ട് കൂട്ടിക്കെട്ടിയിട്ട് അതാ തൊടികപ്പുലത്തുള്ള റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി തള്ളിയിട്ട വാർത്ത പേർത്തും ഇന്ന് ചാനലുകൾ എത്രയാ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഉമ്മമാരെ, എന്തേ നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്നത്? അവർ ലഹരിയുടെ അടിമകളായി പോകുന്നു, പലപ്പോഴും MDMA-യുടെ അടിമകളായി പോകുന്നു, പലപ്പോഴും മയക്കുമരുന്നിന്റെ ആളുകളായി പോകുന്നു. വഴിവിട്ട ബന്ധങ്ങളിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ പോകുന്നു, ആൺകുട്ടികൾ പോകുന്നു. അതേ കണക്കല്ലാത്ത സ്വാതന്ത്ര്യം ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ചെറുപ്പത്തിലേ അങ്ങവരെ അഴിച്ചു വിടുകയാണ്. ഫോൺ മുന്തിയത് അവരുടെ കൈകളിൽ കൊടുക്കുകയാണ്. അവരൊറ്റക്ക് വാതിലടച്ച് വീടുകളിൽ ഇരിപ്പാണ്. സ്റ്റഡി ടൂർ എന്ന പേരിൽ അവർ ലൈറ്റുകൾ ഇട്ടുകൊണ്ട് കൂത്താട്ടമാടുന്ന വാഹനങ്ങളിലൂടെ അവർ പല ദിക്കുകളിലേക്ക്, പലയിടങ്ങളിലേക്ക് ടൂർ പോവുകയാണ്. ചോദിച്ചാൽ പറയും ഇതെന്റെ ആൺസുഹൃത്താ, ചോദിച്ചാൽ ഇപ്പൊ കിട്ടിയ പേരാണ് പെൺസുഹൃത്ത്, ബെസ്റ്റി എന്നൊക്കെയുള്ള ചില ഓമന പേരിട്ടുകൊണ്ട് നമ്മുടെ മക്കളെ ഇങ്ങനെ അഴിഞ്ഞാടാൻ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, ഈ നടക്കുന്ന കൊലപാതകങ്ങളിലും ഒളിച്ചോട്ടങ്ങളിലും അതേപോലെയുള്ള ബലാത്സംഗങ്ങളിലുമൊക്കെ നമുക്കും പങ്കില്ലേ? രക്ഷിതാക്കളായ നമുക്കങ്ങനെ പെട്ടെന്ന് കൈകഴുകി രക്ഷപ്പെടാനാകുമോ? പരിശുദ്ധ ഖുർആൻ നമ്മളോടെന്താ പറഞ്ഞൊരു? വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തിയില്ലെന്ന് കാത്തുകൊള്ളണമെന്ന് മാത്രമാണോ? നിങ്ങളുടെ ഭാര്യമാരെ നോക്കണേ, നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കണേ. കാരണം ഈ മരണം കൊണ്ടൊന്നും തീരൂല, ആത്മഹത്യ ചെയ്തതുകൊണ്ടൊന്നും രക്ഷപ്പെടൂല. പരലോകത്ത് കത്തിയാളുന്ന നരകമാണ്, അവിടെ കാലാകാലം ശിക്ഷയാണ്. അവിടെ നിങ്ങളെ സഹായിക്കാൻ ഉപ്പയുണ്ടാവില്ല, ഉമ്മയുണ്ടാവില്ല, മക്കളുണ്ടാവില്ല, ആരുമുണ്ടാവില്ല. പാപ്പാക്ക് ഉമ്മയെ വേണ്ട, ഭാര്യക്ക് ഭർത്താവിനെ വേണ്ട, മക്കൾക്ക് പാപ്പയെ വേണ്ട. എന്നിട്ടാണോ മക്കൾ ആവശ്യപ്പെടും പോലെ മൊബൈലും കൊടുത്ത് അവരിഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഇറുകിയ പാൻറ്റും ധരിച്ച് അതേപോലെ തന്നെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ അന്യാണുങ്ങളുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് അഴിഞ്ഞാടാൻ വിടുമ്പോ ഈ മക്കൾ നാളെ പരലോക കോടതിയിൽ നമുക്കെതിരെ തിരിഞ്ഞു കൊത്തുമ്പോ അവിടെ നമുക്ക് സഹായിക്കാൻ ആളുണ്ടാകുമോ? മക്കളെ അങ്ങോട്ട് സ്വാതന്ത്ര്യത്തിൽ അഴിച്ചു വിട്ടിട്ട് പിന്നെ അപകടം പറ്റിയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ നിന്ന് തന്നെ നോക്കേണ്ടത് നമ്മൾ നോക്കണ്ടേ?